നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ആ, ഉണ്ടല്ലോ. അതെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അതെ. എന്താണ് ആ സംഭവം? നമ്മളിങ്ങനെ പറയുന്ന കേൾക്കാം, ഒരു മാസം എന്നെ നമ്മള് കുറിച്ച് ഇത്ര. ഇത്രയും പഠിച്ച ആൾ അതും കൂടി ഒന്ന് കേറി നോക്കിയാൽ എനിക്കൊരു എനിക്ക് അറിയില്ല. 10-250 രൂപ കിട്ടത്തില്ല. മറ്റേ എന്താണ് ഈ സംഭവം നോക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അല്ല, ഞാൻ വേറെ ആരുടെ ഇതിലിങ്ങനെ നോക്കി. അതെ. എനിക്കിത് എന്താന്ന് അറിയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ ഇത്ര 299 399 അങ്ങനെ എന്തുണ്ട്. ഈ എന്താണ് ഈ കണ്ടന്റ്സ് ഇതിലിടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം? ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? പൈസ നമ്മള് കുറച്ചുകൂടെ earn ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇൻസ്റ്റഗ്രാം ഇല്ലേ? ഉം. ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ട് അപ്ഡേറ്റ് അക്കൗണ്ട് ഓക്കെ ആക്കിയത് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയില്ല? ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല, അധികം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരാളല്ല. അല്ല, സോഷ്യൽ മീഡിയയിൽ എന്താണ് ഉപയോഗിക്കുന്ന ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇത്? ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, നോർമലി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് നിങ്ങൾക്ക് അപ്പം ചെയ്യും, ജീവിക്കാൻ റീൽസ് എന്താണ് ചെയ്യും. വരുമാന മാർഗം? ഇപ്പൊ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്തിയപ്പോ ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്. ഞാൻ ആങ്കറിങ് നിങ്ങൾക്ക് ഒരു ചെയ്യാറുണ്ട്, ദിവസം MC ഒരു ചെയ്യാറുണ്ട്. മാസം മന്ത്ലി സാലറി എത്ര കിട്ടും? അത് വെളിപ്പെടുത്താൻ പറ്റൂല. എന്തായാലും ഒരു 20-നുള്ളിൽ കിട്ടോ? ആ, അത് കിട്ടും. കിട്ടും. ഉം. നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ട്. ഉം. ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഉം. സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റഗ്രാമിനുണ്ട്, ഫേസ്ബുക്കിനുണ്ട്, ഉം. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻകം ഉണ്ട്. ഉം. ഞാൻ നോക്കുന്നത് എനിക്ക് ജീവിക്കണം. ഉം. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഒരാളെ സഹായിക്കണം. ഉം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ചാറ്റിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടില്ല. ഉം. കാരണം എനിക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. ഉം. വെറുതെ വീട്ടിൽ ഈ കുത്തിയിരുന്നിട്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സബ്സ്ക്രിപ്ഷൻ. ആളുകളെ സഹായിക്കാനല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഉം. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കൊരു ഇൻകം ഉണ്ട്. ഉം. ഒരു കമ്പനി എന്നോട്, ഒരു കമ്പനിയാണിത്, അല്ലാതെ വെറുതെ ഒരാൾ കയറിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉം. ക്രിയേറ്റ് ചെയ്യത്തില്ല. ഇപ്പം മെറ്റ എനിക്ക് പേയ്മെന്റ് തരുന്നത് പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നോട് ഇതുപോലെ സംസാരിക്കുന്നു, നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഇടാൻ താല്പര്യമുണ്ടോ, ഇന്നതുപോലെ ഒരു സോഫ്റ്റ്വെയർ ആണ്, അതിൽ നിങ്ങളുടെ കണ്ടന്റുകൾ. ഞാൻ ചോദിക്കുന്നത് എന്റെ ഇന്നേഴ്സിലെ ബിക്കിനി ചിലപ്പോൾ സെമി നൂഡായിരിക്കാം, ഫുൾ നൂഡായിരിക്കാം. ഉം. അത് ഞാൻ ചെയ്യുന്ന ഒരാൾ. ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു ബോഡി ആർട്ട് ചെയ്യുന്നുണ്ട്, മോഡലിംഗ് ചെയ്യുന്നു, അതിൽ ഇതിലേക്ക് വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എനിക്കിഷ്ടമുള്ള ഒരു ജോലിയാണ് ഞാൻ മോഡലിംഗ് ചെയ്യണേന്ന് പറയുന്നത്. അതിലെനിക്കൊരു ബോഡി ആർട്ട് അല്ലെങ്കിൽ സെമി ന്യൂഡ് ഈ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇടണ്ടല്ലോ, എനിക്ക് അവിടെ നിന്ന് കാശ് കിട്ടത്തില്ലേ? മെറ്റയിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മെറ്റയിൽ നമുക്ക് അൽഗോരിതത്തിന് റിപ്പോർട്ടല്ലേ. ഉം. സെമി നൂഡ്, ഫുൾ നൂഡ് ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക്, ഫുൾ നൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നമ്മൾ നമ്മുടെ അതല്ല, നമ്മൾ നമ്മുടേതായ പ്രൊഫഷണൽ ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യണോ, ആ വർക്ക് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് നമുക്ക് അവർ തരുന്നു. അല്ലാതെ ഇത് വലിയ ആനക്കാരി സബ്സ്ക്രിപ്ഷൻ, അത് മോശമാണ്, അവിടെ പോൺസൈറ്റ് ആണ്, ഇതൊന്നും അല്ല. നമ്മുടെ ഇന്നേഴ്സ് ബിക്കിനി അങ്ങനെ ഇടുന്ന കണ്ടന്റുകൾ നമ്മൾ അവിടെയും കൂടി ഇടുന്നു, നമുക്ക് അവിടെ നിന്ന് വരുമാനം കിട്ടുന്നു. ഇതിപ്പോ ഒരു മാസം ഇപ്പൊ എത്ര വരുമാനം ഏകദേശം കിട്ടുന്നുണ്ടോ? കോടികളൊന്നും ഇല്ല, ഞാനിപ്പൊ കണ്ടന്റ് ഇടുന്നില്ല. നേരത്തെ ഇട്ട അല്ല, എനിക്ക് സമയത്ത് ശരിക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് കണ്ടന്റ് ചോദിക്കുന്നത്. ഇടുന്ന സമയത്ത് നമ്മളിപ്പം പറഞ്ഞില്ലേ, സബ്സ്ക്രിപ്ഷൻ ഇടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇൻകം വരും. നമ്മൾ ഒന്നും ഇപ്പം കണ്ടന്റ് ഇടാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു വരുമാനം എല്ലാം ഡെയിലി ഇത് നമ്മൾ എന്താ പറയാ, സോഷ്യൽ മീഡിയ റീല് പോസ്റ്റ് ചെയ്യത്തില്ലേ, സെയിം അതേപോലെ നമ്മൾ കണ്ടന്റ് ഇടണം. നമ്മൾ അങ്ങനെ ഇടാത്തത് കൊണ്ട് അതിലപ്പോ ഈ കമന്റ്സ് ഒക്കെ വരുമോ? അതിൽ ചാറ്റ് ഉണ്ട്, കോഫി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോഫിയുടെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ കോഫി അതിന്റെ അകത്ത് ഒരു സബ്സ്ക്രിപ്ഷനിൽ ഒരു 30-40 അങ്ങനെ കണ്ട് ഇട്ടിട്ടുണ്ട്. ഈ കോഫി കുടിക്കാൻ ഗൗരിയുടെ കോഫി കഴിക്കാനാണെങ്കിൽ ഇത്ര രൂപ മുടക്കണമെന്നും പറഞ്ഞ്. നമ്മുടെ 10 രൂപയുടെ ചായക്ക് എനിക്ക് എന്റെ മൂല്യം വേറെ. എത്ര രൂപയായിരുന്നു അപ്പൊ ഇട്ടത്? അതിന്റെ അകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ഇവരിട്ടത് 30 എങ്ങാണ്ടാണ്. ഞാനല്ല അതിന്റെ അകത്ത് 30 രൂപയോ? 30 അല്ല, 30 ഇട്ടത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂസിൽ പറഞ്ഞപ്പം, ഗൗരിയുടെ കൂടെ ചായ കുടിക്കാൻ 30,000 അതെ, നിങ്ങളിപ്പോ എനിക്കൊരു വെള്ളം തന്നതിന്റെ വില എത്രയാണ്? എന്തായാലും ഒരു 100-150 രൂപയായിട്ടില്ലേ? അതേപോലെ എന്റെ കൂടെ ഒരു കോഫി കുടിക്കണമെങ്കിൽ ശരിക്കും അങ്ങനെ ആളുകൾ വരുമോ 30,000 രൂപ? പറയട്ട്, ഞാൻ പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഈ കണ്ടന്റില് 30,000 സബ്സ്ക്രിപ്ഷൻ, ഒരു കോഫി കുടിക്കാൻ ഒരു 30,000 രൂപ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു നൈറ്റ് ഒന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചേ. ഞാൻ ചോദിച്ചത് ഒരു 30,000 രൂപ. ഞാനല്ല ഇട്ടത്, അതിന്റെ മാനേജ് ചെയ്യുന്ന ടീമുകളാണ് ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു 10 രൂപയുടെ ചായക്ക് 30,000. ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നു കഴിഞ്ഞാല് ഇതുപോലെ നല്ലൊരു ഇതിലിരിക്കണമെങ്കിൽ ഒരു 10 എന്താ പറയാ ഇത്രയും കൊടുക്കണ്ടേ? ആ ഒരു 1,500 രൂപയുടെ ചായ കുടിക്കാൻ നമ്മൾ ഇവിടെ കേറില്ല. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഇവിടെ. അല്ല, ഞാൻ ശരിക്കും ചോദിക്കുന്ന, അങ്ങനെ ആളുകൾ വരുമോ? ഇത് കേക്കുഞ്ഞേ, അതിന്റെ അകത്ത് നമ്മൾ ഈ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് മീറ്റപ്പ് ചോദിച്ചുകൊണ്ട് വരുന്ന ഗൗരി മുടക്കാം. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട.
കാരണം എന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കണം. ഉം. ഇത് ഓ. ലാസ്റ്റ് പയ്യാവേലിയാണ്. ഉം. കാരണം അതിൽ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ ആ 30,000 ഇട്ടിരിക്കുന്നതാണ്. ഉം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് വരെ ഒരാളുമായിട്ടും ഒരു കോഫിക്ക് പോലും ഞാൻ പോയിട്ടില്ല. ഉം. കാരണം ഒരിടത്തും അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്ത് പണി വേണേലും ഞാൻ ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം എന്നെ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് 30,000 മുതൽ അത് 5 ലക്ഷം വരെ എത്തി. ഓ. ഈ ഒരു കണ്ടന്റ് ഉം. വെച്ച്. കാരണം അത് സോഷ്യൽ മീഡിയയിൽ ഫുൾ വിവാദമായി ചായ കൊണ്ടിരിക്കുന്ന കുടിക്കാൻ ഒരു വേണ്ടിട്ട് മാത്രം. ചായ. അത് ഒരുപാട് ലേഡീസ് ഉം. ഇതിന്റെ ഇത്രയും കണ്ടന്റിന്റെ ഇത് കട്ട് ചെയ്തിട്ട്, ഫുൾ ഞാൻ പറയുന്നത് എന്താണെന്നില്ല, പക്ഷെ ഈ ഉം. പകുതി കട്ട് ചെയ്തിട്ട് അവർക്ക് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇവരിത് കോപ്പിയാക്കി കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്തുവാ, ഹെൽത്ത് മീഡിയ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം എന്താ, ഗൗരിയുടെ കൂടെ ചായ കുടിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ, 30 മുതൽ 60 മുതൽ 5 ലക്ഷം വരെ. 2 ചായ കുടിച്ചപ്പോ 10 ലക്ഷം കിട്ടുമല്ലോ. ഇത് കേൾക്കാം, അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഉം. ഞാനിത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ സബ്സ്ക്രിപ്ഷനിൽ ഈ ഉം. ഇന്റർവ്യൂസ് ചെയ്യുന്ന ആള് കയറിയിട്ട് നോക്കിയിട്ടുണ്ട്. ഉം. ഈ നോക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 30,000 കിടപ്പുണ്ട്. ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഉം. അതിൽ ആ മെസ്സേജ് അതേപോലെ കിടപ്പുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് പുള്ളിക്കാരനോട് പറഞ്ഞതിൻ്റെ അകത്ത് നിന്ന് ഇത്ര എടുത്തിട്ട് 30,000 ഗൗരിയുടെ കൂടെ ചായ കുടിക്കണമെങ്കിൽ ഒരു 30,000 രൂപ. പക്ഷെ അതിൻ്റെ അകത്ത് ഇന്റർമീനിങ് വേറെ വേറെ ഓരോ കാര്യങ്ങളാണ്. ഓ. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഇന്ന് വരെ എൻ്റെ കൂടെ ഒരു മനുഷ്യൻ പോലും കോഫി അടിക്കാനും വന്നിട്ടില്ല, ഉം. ഞാനൊട്ട് അത് പോയിട്ടില്ല. നമ്മളിപ്പൊ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പം ക്ലിയർ ആക്കിയെന്ന് പറഞ്ഞാൽ ഉം. ഞാനൊട്ട് പോയിട്ടില്ല, എൻ്റെ കൂടെ വന്നിട്ടില്ല, ഞാനൊട്ട് ഉം. ചെയ്തിട്ടുമില്ലാത്ത കാര്യം. പക്ഷെ ഞാനൊരു ഇന്റർവ്യൂസിൽ അത് പറഞ്ഞതാണ്. ഉം. ആ പുള്ളി ചോദിച്ചതിന് മറുപടി, ആ ശരിയാ, എനിക്ക് എൻ്റെ കൂടെ ചായ കുടിക്കണമെങ്കിൽ 30,000 മുടക്കണം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനാണ്? അതെ. കാശിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ ഒരു കിലോ അരി മേടിക്കണമെങ്കിലും കാശ് കൊടുത്തു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഉം. ഒരു പാല് വേണമെങ്കിലും 28-30 രൂപ കൊടുത്തു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഉം. വെറുതെ ആരും നമുക്ക് കൊണ്ട് തരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വാഭാവികമാണ്. അതിൻ്റെ അകത്ത് വിവാദമായി ഇങ്ങനെ നടന്ന് പക്ഷെ ഞാൻ ട്രോളിക്കൊണ്ട് എന്നാലും നടക്കണം. ആലോചിക്കും, ഒരു ചായ കുടിക്കാൻ 30,000 ഒക്കെ മുടക്കി ഇത്രയും ആൾക്കാരൊക്കെ അപ്പൊ വരും. സെലിബ്രിറ്റീസിന്റെ കൂടെ മോളെ 5-15 ഒക്കെ മുടക്കി പോകുന്നവരും ഇല്ലേ? സ്വാഭാവികം. നമ്മളുടെ ഇതില് നമ്മൾ നേരെ നേരെ പോകും. ഉം. ഇതില് പകുതി നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയണില്ല. ഉം. എന്തോരം കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അതെ. അത് സോഷ്യൽ മീഡിയകളിൽ ഇതിപ്പോ ചേച്ചി വരുമ്പോഴല്ലേ പറഞ്ഞപ്പോഴാണ് അറിയുന്നുള്ളൂ. ഞാൻ അറിഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ആ. ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇരുന്ന് ചിന്തിച്ചു. ഞാൻ പറയാത്തൊരു കാര്യമാണ്. അതെ. എന്റെ കൂടെ ആരും കോഫി കുടിക്കാൻ വന്നിട്ടില്ല. അതിൻ്റെ അകത്ത് ഉം. കിടക്കുന്ന സബ്സ്ക്രിപ്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ന്യൂഡ് കണ്ടന്റ് ചെയ്താലും സെമി ന്യൂഡ് കണ്ടന്റ് ചെയ്താലും ഞാൻ മോശം എന്ന് പറയുന്ന ഒരു ഇതില് നമ്മളില്ല. കപ്പിളായിട്ട് ഞാൻ നമ്മുടെ കണ്ടന്റുകളിൽ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൗരി മോശം ചെയ്യുന്ന എന്തെങ്കിലും? ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെമി ന്യൂഡ് കണ്ടന്റ് ആ. കണ്ടിട്ടുണ്ട്, പക്ഷെ ന്യൂഡ് കണ്ടന്റ്സ് നമ്മൾ അതിനകത്ത് കണ്ടിട്ടില്ല. ഇടാൻ പറ്റത്തില്ലല്ലോ. ഓ. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കിലോ ഇത് തരത്തില്ല, നമുക്ക് ആക്സസ് തരത്തില്ല. ഉം. കാരണം റിപ്പോർട്ട് വരും. അൽഗോരിതത്തിന് നമ്മുടെ ഉം. ഇന്ത്യയിൽ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്, എനിക്കറിയില്ല അതിന്റെ മെറ്റയുമായിട്ടുള്ള ഉം. ഒരു ഇതാണ്. നമുക്ക് ചെയ്യുന്നവരുണ്ട്. ഉം. പക്ഷെ ഞാൻ എപ്പോ ഇട്ട് കഴിഞ്ഞാലും അതിന് റിപ്പോർട്ടാണ്. ഞാൻ അപ്പൊ ഓൾറെഡി ന്യൂഡ് കണ്ടന്റ്സ് പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ട്, സെമീനൂടും ചെയ്തിട്ടുണ്ട്. ഉം. തമ്പിച്ചേട്ടന്റെ ഒരു ഓർണമെന്റ്സ് ഷൂട്ട് ഞാൻ ഉം. പറഞ്ഞില്ലേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടിന്റെ ഞാൻ ഒറ്റയ്ക്കുള്ളതുണ്ട്. അതിട്ടു 3-മത്തെ ദിവസം റിപ്പോർട്ട് വന്നു. കാരണം അതിലൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഓർണമെന്റ്സ് മാത്രമേ ഞാൻ ഉള്ളൂ. കണ്ടിരുന്നു ആ പക്ഷെ അത് shoot. ഞാൻ ഒറ്റയ്ക്കുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് റിപ്പോർട്ട് വന്ന് ഉം. അക്കൗണ്ട് പൂട്ടിച്ചു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റഗ്രാമിൽ ഈ ന്യൂഡ് കണ്ടന്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉം. അപ്പൊ എന്റെ വരുമാന മാർഗം നേരെ പോ, അതിന്റെ അകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ ആരെങ്കിലും പോയിട്ട് എത്ര 100 അക്കൗണ്ട് ഇതുപോലെ പൂട്ടി പോയിട്ടുണ്ട്? ഒരു 3-4 എണ്ണം പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തളരില്ല, വീണ്ടും വീണ്ടും അക്കൗണ്ടുകൾ എന്തിനാണ് തളരണത്? ഞാൻ ചോദിക്കണേ, ഞാൻ കഷ്ടപ്പെട്ടാണ് മുൻപോട്ട് വരുന്നത്. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഒരു മനുഷ്യനോട് ചേട്ടാ എനിക്കൊരു 50,000 രൂപ താ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഗൗരി ഒരാൾക്ക് പൈസ തരാനുണ്ടെന്ന് പറയില്ല. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടില്ല, കൊടുക്കാനും ഇല്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എവിടെ വേണേലും സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ആരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല. നേരെ പോ. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല.